ICU. ദാ അവിടെ. മോളെ, ഈശ്വര, എന്തിനാ മോളെ നീ അവരുടെ കാശും കൊണ്ട് പോകുന്നത്? അവരിവിടെയൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താണ് പറഞ്ഞേ? കാശടച്ചാ ഉടനെ ഓപ്പറേഷൻ നടത്താന്നാ പറഞ്ഞത്. ഉടനെ നടത്താൻ പറയണം. എന്നെ നോക്കണ്ട മോളെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. മോളെ, ഉറക്കം വരുന്നു. വായിക്കാൻ കൊച്ചു പുസ്തകമൊന്നുമില്ലേ? വായിക്കട്ടെ. വായിക്കേ. ഇവൻ നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കുകയാണല്ലോ. ഏയ്, കുളി തുടങ്ങിയിട്ടില്ല. എന്ത്? ചന്ദ്രേട്ടൻ പറഞ്ഞേ? പഠിക്ക് പഠിക്ക്, പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ലേ. കഥയുടെ പേര് അതിരസം അമ്മിണി. അതിരസം അമ്മിണി. ആരാ? ആരാന്ന്? അയ്യോ, ഇതെന്താടാ? മിണ്ടാണ്ടും പറയാണ്ട് കയറുന്ന പണ്ടത്തെ ചിലപ്പോ കത്തി കേട്ടോ. നിനക്ക് മിണ്ടാൻ പാടില്ല പണ്ടാരം. ഏതാണ്ട് സ്വർണം കെട്ടിപ്പോയി വെച്ചേക്കണ പോലെ. അവനെവിടെ എന്റെ പോക്കറ്റ് ഉണ്ട്, ഞാൻ എടുത്തോ. എന്താ ആളക്കളിയാക്കണ? മണിയണ്ണന് ഇപ്പൊ എന്താ വേണ്ട? എടാ, എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു. ആര് പറഞ്ഞു? ദാസപ്പൻ പണ്ടിടെ ചില്ലുടഞ്ഞു പറഞ്ഞു. കല്ലെറിഞ്ഞതാ? കല്ലെറിഞ്ഞൊന്നല്ല, പിന്നെ വെടിവെച്ച. വെടിവെച്ചാ? ആരാണെന്ന് ആർക്കറിയാം. അന്ന് വണ്ടിടിച്ചൊരു പെണ്ണു എന്ന് പറഞ്ഞില്ലേ? അതെ. അവൾ അന്വേഷിച്ചു വന്നവരാരാണ്? എന്നിട്ട് അവനോട് പറ്റിയോടാ? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഏതായാലും അവരോട് സൂക്ഷിക്കാൻ പറ. ഓ, പറഞ്ഞ കേക്കണ ആളാണല്ലോ. എന്താ പിന്നെ ഇങ്ങോട്ട് പോന്നേ? ചോദിച്ചിട്ടില്ലേ? ഇതുപോലത്തെ ഒരുപാട് കരച്ചിൽ കണ്ടിട്ടുള്ളതാ. കരയാതെ കാര്യം പറ. എന്റെ ഏട്ടൻ മരിച്ചു. കാട്ടിക്കുട്ടിയതൊക്കെ വെറുതെയായി. അതിനിങ്ങോട്ട് പോകുന്നതിനാ? ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? എന്താവശ്യത്തിനും ഇങ്ങോട്ട് പോന്നോളെ. ഓ, ഇനിയിപ്പോ നിനക്ക് എന്താവശ്യം? ചന്ദ്രേട്ടനും കൊല്ലണോ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞങ്ങളുടെ നാശത്തിനാ നീ വന്ന് കേറിയത്. നിന്നെ തേടി നടക്കുന്നവരുടെ കൂടുതൽ ഗിരിയുണ്ടോ? ഗിരിയോ? ആരാത്? പിന്നെന്തിനാ അവര് ഞങ്ങളെ കൊല്ലാൻ നോക്കണേ? നീ കാശ് കട്ടതിന് നിന്നല്ലേ കൊല്ലേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ചന്ദ്രേട്ടൻ എവിടെ? സമാധാനിക്ക്, ഒന്നും നമ്മുടെ കയ്യിലല്ല. പോകേണ്ട സമയം വന്ന എല്ലാരും പോണം. ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ? വിധി, ഏട്ടന് വേണ്ടി ചെയ്യാൻ പറ്റണതും അതിനപ്പുറം ചെയ്തില്ലേ. അങ്ങനെ സമാധാനിക്ക്. ഇനി കുട്ടി പറഞ്ഞ പോലെ അവിടെ നിർത്തി ആ പണം തിരിച്ചു കൊടുക്കണം. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഏട്ടനില്ലാണ്ടായെന്ന് വിചാരിക്കണ്ട, ഞാനുണ്ട്, എന്നും ഉണ്ടാവും. ഞാൻ കാരണം ചന്ദ്രേട്ടന്റെ ജീവനൊപ്പോ ആരോ ഷൂട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് സാരല്ല. ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലല്ലേ മരിക്കാൻ പേടി. ഞാനത് ഏത് സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. എന്നെ കുറിച്ച് എന്താ അറിയാ? ഈ ദേഹത്ത് ഒരുപാട് മുറിവുകളുണ്ട്.
അതിലും കൂടുതലുണ്ട് ഈ മനസ്സിൽ. ചില കണക്കുകൾ തീർക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നു. അന്നെന്റെ പെട്ടിന്നൊരു സാരി എടുത്തില്ലേ, അതെന്റെ ഇന്ദ്രയുടെ. എന്നെ ഇത്രയും സ്നേഹിച്ചൊരാളുണ്ടായിട്ടില്ല. ഞാനും അവളുടെ മുന്നില് ഞാൻ വെറും ഒരു സ്കൂൾ കുട്ടിയായിരുന്നു. ദേഷ്യപ്പെടും, ശാസിക്കും, ചിലപ്പോ പരിഹസിക്കും. സ്നേഹിച്ച് കൊതു തീർന്നില്ല. ഒക്കെ കൈയുടെ ശാപ. അല്ലെങ്കിൽ ഒരു പാത്രത്തിലുണ്ട് ഒരു പായിലുറങ്ങിയവൻ എന്നോടിങ്ങനെ ചെയ്യൂ. ചീട്ട് കളിച്ച് ലോകം വെട്ടിപ്പിടിക്കാന്നാ വിചാരിച്ചത്. വെട്ടിപ്പിടിച്ചു, കിട്ടിയതുപോലെ തന്നെ പോയി. അനുഭവിക്കണം. ജീവിതം വെച്ച് പന്നി മലത്തിയവന്. അനുഭവിക്കണം. ഇതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, എ മൾട്ടിനാഷണൽ കൊളാബറേഷൻ. ഗിരി 10. പത്തല്ല 20. 20,000 അകത്ത് വയ്ക്കാൻ ചങ്കൂട്ടുള്ളവരുടെ വയ്ക്കറ. മാറാ ഈ ഗിരിയുടെ കളി. 20,000. ഒരു 10 പുറത്ത്. 5 5 ഒന്നും പറ്റില്ല. ഇനി ആരും വെക്കാനില്ലല്ലോ. മലത്ത് ചന്ദ്ര, മലത്ത്. ചീട്ട് മലത്താൻ പോവാ. 1000 കൂടി പുറത്ത്. വെക്ക. ചീട്ട് പുറത്ത് വീണത് എന്റെ കുറ്റമാണോ? 40 പോയടാ. ഇനി എത്രണ്ട് ബാക്കി? 10 രൂപ. ഇന്ന് കംപ്ലീറ്റ് പോക്ക. ആ ചീട്ടുകളിൽ അതൊക്കെ പതിവാ. വരും പോവും. ഇനി 10 ബാക്കിയില്ലേ, അതും പോട്ടെ. എടാ ഹമീദ, 25,000 അകത്ത് ധൈര്യം വെക്കിനിയെ. ഒരു 30 അകത്ത്, പുറത്ത് ഒരു 10. ഇതെന്തിനാ? മൂക്കുപടിക്കാ? 1 lakh. ചന്ദ്രഹാസൻ കുത്തുവാള എടുത്തോ? ചന്ദ്രഹാസൻ കുത്തുവാള എന്നാ വന്നത്. അതിപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗിരി, വണ്ടിയുടെ താക്കോലോടെ. എടുക്കടാ. ചീട്ടുണ്ടാക്കി തന്നെയല്ലേ വണ്ടിയും കിണ്ടിയല്ല. ചീട്ട് കൊണ്ടുപോയിക്കോട്ടെ. കളിക്കുമ്പോ ആണായിട്ട് കളിക്കണം. 98 ലൈലാൻഡ് നാഷണൽ പെർമിറ്റ്. വെക്കടാ ഇതിനു മീതെ. അമ്മയുടെ മുലപ്പാല് കുടിച്ച ആമ്പിള്ളേരുണ്ടെങ്കിൽ വെക്ക്. മുലപ്പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ അത് അമ്മയുടെ അല്ല. 1 ലക്ഷം. മുലപ്പാല് കുടിക്കണമെങ്കിൽ അത് അമ്മയുടെ മുലപ്പാല് തന്നെ. പുതിയ ലൈലൻഡ് വാങ്ങണമെന്നല്ലേ